തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. രാജേന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ രാജേന്ദ്രൻ. പഞ്ചായത്തിൽ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം, ഞാൻ രാജേന്ദ്രൻ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കടവല്ലൂർ എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധിപ്പിക്കുന്ന 3 ജില്ലകളുടെയും സംഗമ പ്രദേശമാണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്. 20 വാർഡുകളാണ് ഉള്ളത്. ഏകദേശം 40,000-ഓളം ജനസംഖ്യയുണ്ട്. ഒരുവിധം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതി, ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല, ഈ മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ള ഫണ്ട് വിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ് കടവല്ലൂർ പഞ്ചായത്ത്. കടവല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായിട്ടുള്ളത് കാർഷിക മേഖലയാണ്. കടവല്ലൂർ പഞ്ചായത്തിൽ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിൽ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ മറ്റു വ്യാവസായിക മേഖല കൂടി ഉൾപ്പെടുന്ന പ്രദേശമാണ്. CDS കുടുംബശ്രീ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള പഞ്ചായത്താണ് കടവല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മോഡൽ CDS കൂടി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിലറി ഗ്രൂപ്പുകൾ, യുവതികളുടെ ഓക്സിലറി എന്ന രീതിയിലേക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിലറി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കൂടിയിട്ടാണ്. ഉൽപാദന മേഖല, കാർഷിക മേഖലയിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് ചെലവഴിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖല വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റോഡുകളെല്ലാം പൊളിച്ച് നാമാവിശേഷമാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ കഠിനാധ്വാനത്തിലാണ് നമ്മളെല്ലാം. 2022 മുതൽ റോഡുകൾ പൊളിച്ചിട്ടതിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് മെയിൻ്റനൻസ് ഗ്രാന്റ് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വകുപ്പ് തല മേധാവികളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെ ഒക്കെ യോഗം നടക്കുന്നുണ്ട്, യോഗം നടത്തിയിട്ടുണ്ട്. വീണ്ടും അതിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈദ്യുതി മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ പ്രദേശത്തേക്കും സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ആ സ്ട്രീറ്റ് ലൈറ്റുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ പോവുകയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സംരംഭകര് ഉള്ള പഞ്ചായത്താണ്. 86 സംരംഭക യൂണിറ്റുകളുള്ള പഞ്ചായത്താണ്. അങ്ങനെ വ്യവസായ മേഖലയിലും കുടുംബശ്രീ മേഖലയിലെല്ലാം തൊഴിൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്താണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ മേഖലയിലും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പഞ്ചായത്തിലെ ജനങ്ങളുടെ ഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. തൊഴിലുറപ്പ് മേഖലയിലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഫണ്ട് ചെലവഴിക്കുന്ന മേഖലയാണ് തൊഴിലുറപ്പ് മേഖല. ഏകദേശം 850ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു പഞ്ചായത്ത്. അത് തന്നെ ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിക്കുന്ന പഞ്ചായത്ത് കൂടിയിട്ടാണ്. ഏകദേശം 224ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ, വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ നമുക്കത് വഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായ നേട്ടം കൂടി കടവല്ലൂർ പഞ്ചായത്തിന് കൈവരിച്ചിട്ടുണ്ട്. ഇതാണ് ആകെ എന്ന രീതിയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടോ? കാർഷിക മേഖലയിൽ കടന്നുകയറ്റം ഉണ്ടോ? അത്തരത്തിൽ വലിയ പ്രതിസന്ധി അതിന്റെ ഭാഗമായി കൊണ്ടുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ രീതിയിലുള്ള കാട്ടുപന്നി ശല്യം, അതുപോലെ തന്നെ മുള്ളം പന്നി, അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് പഞ്ചായത്ത് തലത്തിൽ കർഷകരുടെ യോഗം ചേർന്നു, പന്നിയെ വെടിവെക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ലൈസൻസ് ഉള്ള ആളുകൾ വളരെ അപൂർവമാണ് എന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് അത് സാധിച്ചിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉത്തരവ് വഴി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ട് അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള പന്നിശല്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുള്ളം പന്നിയുടെയും വലിയ ശല്യം ഈ പഞ്ചായത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വനമേഖല അല്ലാതായിരുന്നിട്ട് പോലും, വലിയ വനമേഖലയൊന്നും അല്ല കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, എന്നിട്ട് പോലും പന്നിശല്യം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ഈ ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ രംഗത്തെ പഞ്ചായത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? വലിയ മുന്നേറ്റം എന്ന രീതിയിൽ തന്നെ പറയാം. ഒരു വലിയ സംസ്കാരത്തെയാണ് നമ്മൾ മാറ്റിയെടുത്തത്. വലിച്ചെറിയൽ സംസ്കാരം എന്ന് പറയുന്നതിനെ മാറ്റിയെടുക്കാൻ ആവശ്യമായ രീതിയിൽ വലിയ ബോധവൽക്കരണം
സർക്കാരിന്റെ ഒരു അഭിനന്ദാർഹമായ നിലപാടാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളത്. സർക്കാർ അതിന്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതില് നമ്മുടെ ഹരിതകർമ്മസേന വലിയ രീതിയിലുള്ള പ്രവർത്തനം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് സംഭരിക്കുന്നു, മറ്റ് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു. എല്ലാം നമ്മുടെ എല്ലാ വാർഡുകളിലും മിനി NCF ഉണ്ട്. വലിയ രീതിയിലുള്ള NCF പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയും ഒരു NCF നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അതിനുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ടൺ കണക്കിന് പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഇവിടെ നിന്ന് കയറ്റിവിടുന്നത്. സമ്പൂർണമായി മാലിന്യ മുക്ത പഞ്ചായത്താക്കി മാറ്റാൻ ആവശ്യമായ നടപടിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 31 മുന്നെയായി ഈ ആശയം, സർക്കാരിന്റെ ആ ആശയം ഞങ്ങൾ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നല്ല രീതിയിലുള്ള പൊതുജനത്തിന്റെ വലിയ പിന്തുണ, സഹകരണങ്ങൾ എല്ലാം അതിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എല്ലാ വാർഡുകളിലും ഈ MCF പ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എല്ലാ വാർഡുകളിലും NCF ഉണ്ട്. എല്ലാ വാർഡുകളിലും വാർഡ് തലങ്ങളിൽ പോയി ആ സംഭരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ NCF-ൽ വെക്കുന്നു. ആ NCF-ൽ വെച്ച പ്ലാസ്റ്റിക്കുകൾ അന്ന് തന്നെ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിന്റെ വണ്ടി ഉപയോഗിച്ചുകൊണ്ട്, പഞ്ചായത്തിന് മറ്റേ ഹരിതകർമ്മസേനയ്ക്ക് വാഹനങ്ങളുണ്ട്, ആ വാഹനങ്ങൾ വഴി പഞ്ചായത്തിന്റെ MCF-ലേക്ക് മാറ്റുന്നു. ആ രീതിയിൽ അതിന്റെ പ്രക്രിയ വളരെ കൃത്യമായ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് മാറ്റാൻ മാർച്ച് 31 ഞങ്ങൾ അത് നടപ്പിലാക്കാൻ ആവശ്യമായ സംവിധാനത്തിലേക്കാണ് പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് അവിടെ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന രീതിയിലേക്ക് സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കിയ കുടുംബശ്രീ വലിയ മുന്നേറ്റം കടവല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 224ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അതുവഴി നാട്ടിലുണ്ടാകാവുന്ന പല അനീതികളെയും അനാചാരങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ അതുവഴി നടക്കുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പോരാട്ടങ്ങളിൽ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാലിന്യം മുക്തമാക്കുന്നതിൽ വലിയ പങ്ക് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ കുടുംബശ്രീകൾ പ്രവർത്തിക്കുമ്പോൾ ആ കുടുംബശ്രീയിലെ അംഗങ്ങളായിരിക്കും ആ വാർഡിലെ ഒട്ടുമുക്കാൽ കുടുംബങ്ങളും അതിലാവുമ്പോൾ അവരുടെ വിഷയങ്ങൾ അനുദിനം അറിയാനും അതിനാവശ്യമായ പരിഹാരങ്ങൾ കാണാൻ ആവശ്യമായ സംവിധാനങ്ങൾ കൂടി ഉണ്ടാകുകയാണ്. അതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടം. അത് കുടുംബശ്രീ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ CDS ആയാലും അതിന്റെ അക്കൗണ്ടന്റ് ആയാലും അതിന്റെ CDS മെമ്പർമാരായാലും ADS മെമ്പർമാരായാലും 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ആ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് അവിടെയുള്ളത്? ക്ഷേമ പദ്ധതികൾ ലൈഫ് പദ്ധതിയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി. ഏകദേശം 565 വീടുകളോളം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ 300ഓളം വീടുകൾ നമ്മൾ അഗ്രിമെന്റ് വെച്ച് പണി പൂർത്തീകരണത്തിന്റെ അവസ്ഥയിലാണ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഭൂരഹിതർക്കാണ് കൊടുക്കാനുള്ളത്. ഏകദേശം 350ഓളം ഭൂരഹിതര് നമുക്ക് അപേക്ഷകരുണ്ട്. ആ രീതിയിൽ ത്രിതല പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വിഹിതം മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഭൂമി ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇത്തവണ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി നമ്മൾ ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാനും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവും. ആശ്രയ പദ്ധതി വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കും. നമുക്ക് ആകെ അതിദരിദ്രരായിട്ട് ആകെ 3 പേരാണ് ഈ പഞ്ചായത്തിൽ ഇനിയുള്ളത്. 14ഓളം പേരുണ്ടായിരുന്ന അതിദരിദ്രരിൽ നിന്ന് 3 പേരിലേക്ക് നമ്മളത് മാറ്റി അവർക്ക് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനും 2 പേർക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്തു കൊടുക്കാനും ആവശ്യമായ ഫണ്ട് മാറ്റിവെച്ച് വളരെ നല്ല രീതിയിൽ അത് പോവാണ്. അതിന് ക്ഷേമകാര്യങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിൽ 100%ത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി മാറാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആ രീതിയിലൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. നിലവിൽ പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? വെല്ലുവിളികൾ നേരിടുന്നത് ഒന്ന്, നമുക്കിപ്പോ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ വറ്റി വരണ്ടു പോകുന്നു. അതൊരു വലിയ ഭൂഗർഭ ജലത്തിന്റെ ലഭ്യത കുറവ് വലിയ വെല്ലുവിളി നമ്മൾ നേരിടുന്ന ഒരു പ്രദേശമായിട്ട് മാറാറ്. അത് നമ്മുടെ കുടിവെള്ള പദ്ധതികളെല്ലാം
ചില പദ്ധതികൾ നമുക്ക് വെള്ളം വറ്റിപ്പോകുന്നു എന്നുള്ളത്, മറ്റു ഭാഗത്ത് വെള്ളം കാണാത്ത പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. രണ്ട്, കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാലം വിട്ടിട്ടുള്ള മഴ പെയ്യുന്നു, പെട്ടെന്നുള്ള വരൾച്ച വരുന്നു. ഇതിന്റെ ഭാഗമായി കൊണ്ട് ഒന്ന് നെല്ലുകൾ മുങ്ങിപ്പോകുന്നു, മറ്റത് പണിത നെല്ലുകൾ ഉണങ്ങിപ്പോകുന്നു എന്നുള്ളത്. ഇപ്പൊ കടവലൂർ പഞ്ചായത്തിലാണ് ഒതളൂർ ബണ്ട് നൂറടിത്തോട് എന്ന് പറയുന്നത്. ആ നൂറടിത്തോടിൽ നിന്ന് വെള്ളം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് കാർഷിക മേഖലയിലെ ഏകദേശം 500ഓളം ഹെക്ടർ ഭൂമി നമുക്ക് ഇവിടെ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമികൾ ഉണങ്ങിപ്പോകുന്ന സ്ഥിതി നിലനിൽക്കുകയാണ്. ഈ നൂറടിത്തോട്ടിൽ നിന്ന് ബണ്ടിൽ നിന്ന് വെള്ളം നമുക്ക് യഥേഷ്ടം ലഭിക്കുകയാണെങ്കിൽ ആ കൃഷി മുഴുവൻ നമുക്ക് ലഭ്യമാകാൻ ആവശ്യമായ രീതിയിൽ കേടുതീർന്ന് ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവും. അത് ലഭിക്കാതെ പോകുന്നത് ഈ വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്. അത് കാരണം കൊണ്ട് ഏകദേശം 500ഓളം ഹെക്ടർ സ്ഥലം നമുക്ക് ഉണങ്ങിപ്പോകുന്ന സ്ഥിതി നമുക്ക് നിലനിൽക്കുകയാണ് കടവലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് കാർഷിക മേഖലയിലെ വലിയ വെല്ലുവിളിയാണ് എന്ന് തന്നെ പറയാതെ പോട്ട് കാര്യമില്ല. അതിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാർഷിക മേഖലയിൽ സർക്കാർ തലത്തിൽ അതിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ കാർഷിക മേഖലയിലെ ഉന്നത അധികാരികൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതികളും ബന്ധപ്പെട്ട കർഷകരെല്ലാം വലിയ പരാതികളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കടവലൂർ പഞ്ചായത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റൊരു കാര്യം ഈ ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. ആരോഗ്യ മേഖലയിൽ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വയോധികർക്ക് വേണ്ടിയുള്ള ചികിത്സാ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയുള്ള പഞ്ചായത്താണ് കടവലൂർ പഞ്ചായത്ത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ അവാർഡിന് അർഹരായ പഞ്ചായത്താണ് കടവലൂർ പഞ്ചായത്ത്. നമുക്ക് ഏകദേശം 7 സബ് സെന്ററുകളുണ്ട്. 7 സബ് സെന്ററുകളിലും നമ്മൾ ആഴ്ചയിൽ 2 തവണ LCD ക്യാമ്പുകൾ നടത്തും. ഷുഗർ, പ്രഷർ എല്ലാം പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ മരുന്ന് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ ഒരു സബ് സെന്റർ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടു കൂടി സബ് സെന്റർ പണിത പഞ്ചായത്താണ് കടവലൂർ പഞ്ചായത്ത്. കരിക്കാട് സബ് സെന്റർ എന്ന് പറയുന്ന ആ സബ് സെന്റർ ആ രീതിയിൽ പണിതാണ്. അങ്ങനെ ആരോഗ്യ മേഖലയിലെ ജനങ്ങൾക്ക് ഏറ്റവും ആരോഗ്യപരമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കടവലൂർ പഞ്ചായത്ത് പോകുന്നത്. അതിനാവശ്യമായ രീതിയിൽ ഓപ്പൺ ജിമ്മുകൾ നമ്മള് 2 ജിമ്മുകൾ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സബ് സെന്ററിൽ ഒന്ന് PHCയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒന്ന് കരിക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ ജിമ്മുകൾ ഏകദേശം 5 ഓപ്പൺ ജിമ്മുകൾ ഇത്തവണ ചെയ്യാൻ വേണ്ടി നമ്മൾ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്, നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഏകദേശം 450ഓളം രജിസ്ട്രേഷൻ നമുക്ക് നിലവിലുണ്ട്. 250ഓളം കിടപ്പിലായ രോഗികള് വീടുകളിൽ പോയി ചികിത്സിക്കുന്നുണ്ട്. അതിന് ആരോഗ്യ പ്രവർത്തകരില് ആശാ വർക്കർമാരുണ്ട്, ആരോഗ്യ വളണ്ടിയർമാരുണ്ട്, നമ്മുടെ ആയുർവേദ ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, അലോപ്പതി ഡോക്ടർ, ഇവരെല്ലാം ആഴ്ചയിൽ മാറി മാറി വീടുകളിൽ പോയി അവരെ പരിശോധിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം, വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവുക. അവർക്ക് കൊല്ലത്തിലൊരിക്കൽ അവർക്ക് ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനം. അവർക്ക് ആവശ്യമായ ഉൾസായിട്ടുള്ള ഒരു ദിവസം എന്ന രീതിയിൽ അതിനെ ഒരു പരിപാടി ആവിഷ്കരിക്കാനും ഞങ്ങൾ തീരുമാനിക്കാം. ആ രീതിയിലൊക്കെ അത് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജനങ്ങൾക്ക്, അവര് വൃദ്ധരായ ആളുകൾക്ക് വന്ന് കളിക്കാനും അവർക്ക് ഉല്ലസിക്കാനും ആവശ്യമായിട്ടുള്ള പകൽ വീട് എന്ന രീതിയിൽ വട്ടമാവില് ഒരു പകൽ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവർക്ക് അതിൽ മുകളിൽ ക്യാരം ബോർഡ്, ചെസ്, അതുപോലെ തന്നെ TV, മറ്റെല്ലാ സംവിധാനം, പത്രങ്ങള്, അതുപോലെ തന്നെ വായിക്കാൻ ആവശ്യമായ നോവലുകൾ, ഇതെല്ലാം അവർക്ക് എന്ത് തൊഴിൽ ചെയ്യാൻ സാധിക്കും ആ തൊഴിലിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് കടവലൂർ പഞ്ചായത്ത് ഈ വൃദ്ധജനങ്ങളോടും അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽപ്പെട്ട ആളുകളോടൊക്കെ വലിയ കാരുണ്യത്തോടു കൂടി അവരെ കൂട്ടിച്ചേർത്ത് അവരോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയിട്ടാണ്, അവരെ ചേർത്ത് പിടിക്കുന്ന പഞ്ചായത്താണ് കടവലൂർ പഞ്ചായത്ത്. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള പഞ്ചായത്താണ്. കുടിവെള്ള വിതരണം കൃത്യമായി നടത്താൻ സാധിച്ചിട്ടുണ്ടോ? കുടിവെള്ള വിതരണം നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം നടത്താൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വർഷത്തില് നമ്മൾ 2 മാസം മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വിതരണം നടത്താൻ വേണ്ടി ചില ഭാഗങ്ങളിൽ, അതായത് നമുക്ക് ഈ കുടിവെള്ള പദ്ധതികളുടെ കിണറുകളിൽ ഫെയിലിയർ ആയ ഭാഗങ്ങളിൽ നമ്മൾ കുടിവെള്ള വിതരണം നടത്താറുണ്ട്.
അവിടെ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് സുലഭമായ രീതിയിൽ കുടിവെള്ള പദ്ധതികൾ നമുക്ക് 66ഓളം സ്വാശ്രയ കുടിവെള്ള പദ്ധതികളുള്ള പഞ്ചായത്താണ് കടവല്ലൂർ പഞ്ചായത്ത്. സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ 40 വീടുകളും 50 വീടുകൾ മുതൽ 250 വീടുകൾ വരെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 66ഓളം കുടിവെള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിലിപ്പോൾ 6ഓളം കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ വെള്ളം ലഭിക്കാത്തതിന്റെ ഭാഗമായി കൊണ്ട് ഫെയിലിയർ ആയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ കൂടി സ്വീകരിച്ചു വരുന്നുണ്ട്. അതേസമയം തന്നെ റോഡ് ഗതാഗതം, ഈ ഗതാഗതം കൃത്യമായിട്ടാണോ, അത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ടോ, പുതിയ പണികൾ എന്തെങ്കിലും നടക്കാനുണ്ടോ, അത്തരത്തിലുള്ള ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് ആ മേഖലയിൽ മാത്രമാണ്. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA AC മൊയ്തീൻ MLA-യുടെ സഹായത്തോടു കൂടി ഒട്ടനവധി റോഡുകൾ ഏകദേശം 6 കോടി രൂപയോളം റോഡുകൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ആ റോഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മറ്റേ തിപ്പലിശ്ശേരി കടങ്ങോട് റോഡ് എന്ന് പറയുന്ന ഏകദേശം 16 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ്. അതുപോലെ തന്നെ അക്കിക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡുകൾ ഏകദേശം 12 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള റോഡ്. നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഏകദേശം 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള റോഡുകൾ നിർമ്മാണം നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഉപരി നമ്മുടെ ചെറു റോഡുകൾ പഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത് ഈ ജലജീവൻ പദ്ധതിയുമായി വെട്ടിപ്പൊളിച്ച് 2022 മുതൽ ഈ കാലം വരെ അത് മറ്റേ റെസ്റ്റോറേഷൻ ചെയ്യാത്തതിന്റെ ഭാഗമായി കൊണ്ട് വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മാറ്റിവെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുക. എടുത്ത കോൺട്രാക്ടർമാർ മുഴുവൻ ഇത് അവര് ജലജീവൻ പദ്ധതി ചെയ്തതിന് ശേഷം ഞങ്ങൾ ചെയ്യാമെന്നുള്ള നിലപാട് സ്വീകരിച്ചെടുക്കാം. ഇപ്പോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അടിയന്തരമായി അടുത്ത ദിവസം തന്നെ വകുപ്പ് തല മേധാവികളുടെ യോഗം ചേർന്നുകൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് ബഹുമാനപ്പെട്ട MLA ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ആ മേഖലയിലാണ് ഏറ്റവും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് ജനങ്ങൾ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഈ പശ്ചാത്തല മേഖല, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട്. പഞ്ചായത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ആവശ്യമായിട്ടുള്ള പൊതുവിതരണ സംവിധാനം, അതേസമയം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണോ പുരോഗമിക്കുന്നത്? നമ്മള് കടവല്ലൂർ ഗ്രാമപഞ്ചായത്തില് 34 അംഗനവാടികളാണുള്ളത്. 34 അംഗനവാടികൾ എന്ന് പറയുമ്പോൾ ഈ 34 അംഗനവാടികളും ഒരു കാലഘട്ടത്തിൽ ഒരു 10-20 വർഷം മുന്നേ പീഡിയത്തിണയിലും കടലത്തെ മറ്റേ വാടക മുറികളിലും നടത്തിയിരുന്നെങ്കിൽ ഇന്ന് 34 അംഗനവാടികളിൽ 33 അംഗനവാടിക്കും സ്വന്തമായി കമ്പനീയമായ കെട്ടിടങ്ങൾ ഉണ്ട്. ആ കെട്ടിടങ്ങളിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു അംഗനവാടിക്ക് മാത്രമാണ് സ്ഥലമുണ്ട്, കെട്ടിടം. ബഹുമാനപ്പെട്ട MLA ഇത്തവണ അതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിരിക്കാം. അതോടുകൂടി 34 അംഗനവാടികൾക്കും കെട്ടിടമുണ്ട്. അത്തരത്തില് വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടവല്ലൂർ പഞ്ചായത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന മേഖലയാണ് മറ്റേ അംഗനവാടി മേഖല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കടവല്ലൂർ 2 ഗവൺമെന്റ് ഹൈസ്കൂളുകൾ 2 ഒന്ന് ഹൈസ്കൂളുകൾ 1, മറ്റൊന്ന് LP സ്കൂളും. മറ്റേ സർക്കാർ മേഖലയിലുള്ള 5 സ്കൂളുകൾ കൂടി കടവല്ലൂർ പഞ്ചായത്തിലുണ്ട്. ഇതെല്ലാം കടവല്ലൂർ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളാണ്. വലിയ മുന്നേറ്റം വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾക്കും മറ്റു മേഖലയിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടവല്ലൂർ പഞ്ചായത്തിന് പറയാനുള്ളത്. ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനങ്ങൾ ഇതാണ്. നമ്മള് മുഴുവൻ ആളുകൾക്കും, വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ യുവാക്കൾക്ക് അവരുടെ കളിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക. നമുക്ക് ഈ ഗ്രൗണ്ടുകൾ 2 ഗ്രൗണ്ടുകൾ പഞ്ചായത്തിന്റെ കീഴിലുള്ള 2 ഗ്രൗണ്ടുകളാണ്. ആ 2 ഗ്രൗണ്ടുകളിലും നല്ല രീതിയിലുള്ള സ്റ്റേഡിയങ്ങളാക്കി മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകും. അതിൽ നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഇത്തവണ ബഹുമാനപ്പെട്ട MLA നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഫണ്ട് മാറ്റിവെച്ച് MLA-യുടെ കൂടി ഫണ്ടിന്റെ സഹായത്തോടു കൂടി അത് മറ്റേ നല്ല രീതിയിൽ ഒരു സ്റ്റേഡിയം ആക്കി മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ വട്ടമാവിലുള്ള ഗ്രൗണ്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. 2 കുളങ്ങൾ നവീകരിച്ചത് നീന്തൽ കുളം കൂടി ഇത്തവണ നമ്മൾ മറ്റേ പരിഗണനയിലുണ്ട്. ഒന്ന് കുന്നത്തുകുളവും ഒന്ന് പുറത്തെ കുളവും അത് ആ രീതിയിൽ പരിഗണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ കാർഷിക മേഖലയിലുള്ള ഈ വെല്ലുവിളി നേരിടാൻ ആവശ്യമായ രീതിയിൽ, കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള
സംവിധാനങ്ങളാണ് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാർഷിക മേഖലയിൽ ഇവർ കൃഷി പണിയുന്ന ആ കൃഷി മറ്റേ വിള നശിക്കാതിരിക്കാൻ. തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി രാജേന്ദ്രൻ.